Class 11 Physics for HSC, CBSE and ISC students. Today we see chapter number 10 part Mechanical Properties of Fluids, and this is class number P79 Applications of Bernoulli's Theorem. Today the topic is Applications of Bernoulli's Theorem, class 11 Physics. You see, in the previous class we have studied Bernoulli's Theorem, its statement, and also the Bernoulli's principle. You know the Bernoulli's principle. In a liquid flow, at a point where the velocity is maximum, the pressure is minimum, and vice versa. In a streamlined flow, if velocity is maximum at a point, then the pressure will be minimum, and vice versa. And there are a number of devices working on this principle, and they are the applications of Bernoulli's theorem. We see one by one. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ബെർണോളിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ വെഞ്ചുറിമീറ്റർ, ഫ്ലോ മീറ്റർ. എ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ, എ പോയിന്റ് ഓഫ് maximum velocity is a point of minimum pressure. That principle is applied in vencurimeter. Application of Bernoulli's theorem, the first application we see vencurimeter. It is also known as flow meter. അപ്പോൾ ഈ ബെർണോളിസ് തിയറത്തിൻ്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ വെഞ്ചുറിമീറ്റർ പഠിക്കുകയാണ്. വെഞ്ചുറിമീറ്റർ എന്ന് പറഞ്ഞാൽ ഫ്ലോ മീറ്റർ എന്ന് പറയും. എന്താണ് ആ ഡിവൈസ് നോക്കുക. വെഞ്ചുറിമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ദ റേറ്റ് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ്. ഒരു പൈപ്പിനകത്ത് കൂടി ഒരു സെക്കൻഡ് കൊണ്ട് ഒഴുകുന്ന, ഒരു സെക്കൻഡ് ഒരു മണിക്കൂറോ ഒക്കെ കൂട്ടാം, ഒരു സെക്കൻഡ് കൊണ്ട് ഒഴുകുന്ന ലിക്വിഡിൻ്റെ അളവ്, ഒരു പൈപ്പിനകത്ത് കൂടി ഒരു സെക്കൻഡ് കൊണ്ട് ഒഴുകുന്ന ലിക്വിഡിൻ്റെ അളവ് കണ്ടുപിടിക്കുന്ന ഒരു ഉപകരണമാണ് വെഞ്ചുറിമീറ്റർ. ഇറ്റ് വർക്ക്സ് ഓൺ ബെർണോളിസ് തിയറം. ദാറ്റ് ഈസ് ഗ്രേറ്റർ വെലോസിറ്റി കറസ്പോണ്ട്സ് ടു ഡിമിനിഷ്ഡ് പ്രഷർ ആൻഡ് വൈസ് വേഴ്സ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, പടം നോക്കുക, ഇതാണ് വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്നത്. അതിനൊരു പൈപ്പുണ്ട്, AC ഒരു പൈപ്പാണ്. ഇടയ്ക്ക് ഒരു കൺസ്ട്രക്ഷൻ, ഇടുങ്ങിയ ഭാഗമുണ്ട്. ഇടുങ്ങിയ ഭാഗത്തെ ത്രോട്ട് എന്ന് പറയും. അവിടെ രണ്ട് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ വെച്ചിരിക്കുകയാണ്, പ്രഷർ അളക്കാനുള്ള സംവിധാനം. അപ്പോൾ ഇയും ഡിയും ആണ് സൈഡ് ട്യൂബ്. സൈഡ് ട്യൂബിൽ വാട്ടർ ലെവൽ, ലിക്വിഡ് ലെവൽ താഴെയാണ്, മറ്റേതിനകത്ത് ലിക്വിഡ് ലെവൽ ഉയരത്തിലാണ്. എച്ചാണ് വ്യത്യാസം, എച്ചാണ് പ്രഷർ ഡിഫറൻസ്, പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എച്ചിൻ്റെയും അതുപോലെ തന്നെ ഈ പൈപ്പുകളുടെ ഏരിയ ക്രോസ് സെക്ഷൻ, കൺസ്ട്രക്ഷൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ, അത് വെച്ച് നമ്മൾ റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കുകയാണ്. ഒരു സെക്കൻഡിൽ ഒഴുകുന്ന ലിക്വിഡിൻ്റെ അളവ് കണ്ടുപിടിക്കുകയാണ്, റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കുകയാണ്. വെഞ്ചുറിമീറ്റർ is used to measure the rate of flow of liquid flowing through a pipe. It works on Bernoulli's theorem, that is, greater velocity corresponds to diminished pressure and vice versa in a liquid flow. It consists of two tubes A and C, or a large tube with a construction. Two tubes A and C connected by a narrow coaxial tube D. Narrow coaxial tube B with a construction called throat. ആ ഇടുങ്ങിയ ഭാഗത്തെ ത്രോട്ട് എന്ന് പറയും. Using the two side tubes D and D, the difference in pressure of the liquid flowing through A and B can be found out. As the liquid flows through A to B, velocity increases due to decrease in cross-sectional area. എയിൽ നിന്ന് ലിക്വിഡ് ബിയിലേക്ക് ഒഴുകുമ്പോൾ ബിക്ക് ഏരിയ ക്രോസ് സെക്ഷൻ കുറവാണ്, അതുകൊണ്ട് അവിടെ വെലോസിറ്റി കൂടുതലാണ്. ലെറ്റ് ദ വെലോസിറ്റീസ് അറ്റ് എ ആൻഡ് ബി V1 ആൻഡ് V2 കൂടുതലായിരിക്കും. ആൻഡ് ദി ക്രോസ് സെക്ഷണൽ ഏരിയ at A and B are respectively A1 and A2. By the equation of continuity, നമ്മൾ ഒരു ഇക്വേഷൻ കണ്ടിന്യൂറ്റി ഉണ്ട്, അത് പറഞ്ഞിട്ടില്ല, അത് ഇത്രയേ ഉള്ളൂ. റേറ്റ് ഓഫ് ഫ്ലോ ഇസ് എ കോൺസ്റ്റൻറ്റ്. ഒരു സെക്കൻഡിൽ ഒഴുകുന്ന വെള്ളത്തിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഫ്ലോ. V is equal to A1 V1 is A2 V2. The amount of liquid flowing per second is given by V is equal to A1 V1 is A2 V2. The meaning is area of cross section into velocity is the rate of flow. In the two tubes, the rate of flow is equal. Where V is the capital V is the volume of liquid flowing in 1 second. Apply Bernoulli's theorem at A and B. Bernoulli's theorem apply ചെയ്യുക. Bernoulli's theorem apply ചെയ്യുമ്പോൾ എച്ച് കൂട്ടണ്ട, ഗ്രാവിറ്റേഷണൽ ഹെഡ് കൂട്ടണ്ട. നമ്മൾ ഇങ്ങനെയല്ല പഠിച്ചിരിക്കുന്നത്. എന്താ Bernoulli's theorem? PRE plus P plus K is a constant. That is P by rho
പ്ലസ് ഹാഫ് വി സ്ക്വയർ പ്ലസ് ജി എച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ്. ആ ജി എച്ച് നമുക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഹോറിസോണ്ടൽ പൈപ്പിന് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് രണ്ട് സൈഡിലും വരുന്നതുകൊണ്ട് ഒഴിവാക്കാം. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി, പി ബൈ റോ പ്ലസ് ഹാഫ് വി സ്ക്വയർ ഇസ് എ കോൺസ്റ്റൻറ്റ്. സോ വെൻ വി അപ്ലൈ ദ ടു ട്യൂബ്സ് എ ആൻഡ് ബി വി ക്യാൻ റൈറ്റ് P1 by rho plus half V1 square is P2 by rho plus half V2 square. Take a P2 to left side and V1 to right side. That is P1 by rho minus P2 by rho is half V2 square minus half V1 square, or P1 minus P2 multiply by rho throughout. Rho by 2 into V2 square minus V1 square. Now we apply the pressure difference. Here in the tube area A1 is greater than A2, so B1 is greater than V2 is greater than V1. The pressure difference is P1 minus P2, which is equal to HROG. HROG, which is the height that we note from the manometer tubes. Manometer tubes നിന്ന് നമുക്ക് എച്ച് നോട്ട് ചെയ്യാം. അങ്ങനെ നോട്ട് ചെയ്താൽ പ്രഷർ ഡിഫറൻസ് P1 minus P2 HROG ആണ്. H is the difference of levels in the liquid in the tubes D and E. HROG is equal to that is P1 minus P2. This P1 minus P2 is put in the above equation. So HROG is equal to rho by 2 into V2 square minus V1 square. From equation 1 ഉണ്ടല്ലോ, A1 B1 is A2 V2 is equal to V എന്നുള്ളത്. അത് സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ V1 സ്ക്വയർ കാണണം. V1 സ്ക്വയർ ഈസ് V സ്ക്വയർ ബൈ A1 സ്ക്വയർ V2 സ്ക്വയർ. V2 square is V square by A2 square, or V1 square is V square by A1 square. അത് നമ്മൾ ആ ഇക്വേഷൻ 1 നിന്നാണ് കണ്ടുപിടിക്കുന്നുണ്ടോ? ഈ കാണുന്ന ഇക്വേഷൻ നമ്മൾ A1 B1 is A2 B2 എന്നാണ് പറയുന്നത്. B1 B2 കണ്ടിട്ട് നമ്മൾ സ്ക്വയർ ചെയ്യുകയാണ്. അത് ഈ മുകളിലത്തെ ഇക്വേഷനകത്ത് കൊടുക്കുമ്പോൾ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, HROG is equal to rho by 2 capital V square by A2 square minus capital V square by A1 square. V square also we can take outside. Rho V square by 2 is A1 square minus A2 square by A1 square into A2 square. We subtract taking LCM. And when we cross multiply, we get V square, rho will cancel, equal to 2Hg into A1 square, A2 square by A1 square minus A2 square. So rate of flow is V is equal to, you take the root, that is A1 square, A2 square root is A1 rest will come under the root sign. A1 root of 2H by A1 square minus A2 square, that is the rate of flow of liquid there. So the question may be like this: describe a benchrometer and derive an expression for rate of flow of liquid through it. ബെഞ്ചറോമീറ്ററിൻ്റെ പാർട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിനകത്തൂടെ ഒഴുകുന്ന റേറ്റ് ഓഫ് ഫ്ലോ, ഒരു സെക്കൻഡിൽ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് കണ്ടുപിടിക്കുക. അളവ് കാണുന്നതാണ് V is A1 A2 into root of 2GH by A1 square minus A2 square. ഈ രണ്ടാമത്തെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് ഇനി പറയുന്നത് സ്പ്രേ ഗൺ ഓർ വി സേ ദ അറ്റോമൈസർ. നമ്മൾ പെസ്റ്റിസൈഡൊക്കെ സ്പ്രേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ഗാർഡനിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് സ്പ്രേ അറ്റോമൈസർ, ഓർ വി സേ സ്പ്രേ ഗൺ ദ അറ്റോമൈസർ. ഈ ലിക്വിഡ് ഒരു പാത്രത്തിൽ പെസ്റ്റിസൈഡോ വല്ലതും എടുത്തിട്ട് പമ്പ് ചെയ്യുന്ന രീതിയാണ്, സ്പ്രേ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നോക്കുക, ഒരു വെസലുണ്ട്, അതിനകത്താണ് ഈ സൊല്യൂഷൻ എടുക്കുന്നത്. ഒരു ട്യൂബ് മേപ്പോട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ടോപ്പിലൊരു ഹോറിസോണ്ടൽ ട്യൂബുണ്ട്. ഹോറിസോണ്ടൽ ട്യൂബ് അവസാനിക്കുന്നത് ഒരു നാരോ ഓപ്പണിങ്ങിലാണ്, അവിടെ നിന്നാണ് സ്പ്രേ പുറത്തേക്ക് വരുന്നത്. ഇപ്പുറത്ത് ഒരു റബ്ബർ ബലൂണുണ്ട്, അതിനകത്ത് അത് ചൂസ് ചെയ്താൽ വായു നമുക്ക് മുന്നോട്ട് ചലിപ്പിക്കുക. സോ ലുക്ക് ഹിയർ, അറ്റോമൈസർ ഓർ സ്പ്രേ ഗൺ ഈസ് യൂസ്ഡ് ഫോർ സ്പ്രേയിങ് ഓയിൽ ഓർ സെൻറ്റ് എക്സെട്ര. ഓയിൽ, സെൻറ്റ്, പെസ്റ്റിസൈഡ് ഇതെല്ലാം സ്പ്രേ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ ബെർണോളിസ് തിയറം. ഇത് ബെർണോളിസ് തിയറത്തിൽ പ്രവർത്തിക്കുന്നത്, ദാറ്റ് ഈസ് പോയിന്റ് ഓഫ് മാക്സിമം പ്രഷർ corresponds to minimum velocity and vice versa. അപ്പോൾ ഈ കാണുന്നതാണ് ഡിവൈസ്. So you see the explanation. When the rubber balloon is pressed,
air is blown through the tube T, thus the pressure of air inside the tube becomes less than the pressure in the container. അപ്പോൾ നമ്മൾ എയർ യൂസ് ചെയ്യുമ്പോൾ എയർ വെലോസിറ്റി ഉണ്ടാകും, അപ്പോൾ അവിടെ പ്രഷർ കുറയും. Here is a liquid rises up in the tube A and meets the high velocity air in the tube T. The liquid is blown out into fine spray. ലിക്വിഡ് സ്പ്രേ ആയിട്ട് പുറത്തേക്ക് തെറിച്ച് പോകും. ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷൻ, ലിഫ്റ്റ് ഓഫ് എയ്റോപ്ലെയിൻ. എയ്റോ ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറയും. എയ്റോ ഡൈനാമിക് ലിഫ്റ്റ് ഓഫ് ആൻ എയർപ്ലെയിൻ. വിമാനം പറക്കുന്നത് എങ്ങനെ? എല്ലാവരും വിമാനം ഉണ്ടാക്കി പറക്കില്ലല്ലോ. അപ്പോൾ എങ്ങനെ വിമാനം പറക്കും എന്ന് പറയുകയാണ്. അത് ഈ ബെർണോളിസ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ എയറോഫോയിൽ എന്ന് കൂടി പറയും. ലിഫ്റ്റ് ഓഫ് എയർപ്ലെയിൻ വർക്കിംഗ് അപ്പോൺ എയറോഫോയിൽ. What is aerofoil? Aerofoil is a salt piece properly shaped so that an upward vertical force acts on it when it moves horizontally through air. Airplanes get lift using this principle. It is based on Bernoulli's theorem. ഇപ്പോൾ വിമാനം പറക്കുമ്പോൾ വിമാനം വായുവിൽ പൊങ്ങിക്കുന്നത് എങ്ങനെയാണ്? താഴെ നിന്ന് മേപ്പോട്ടൊരു പുഷ് കിട്ടും. അതിനാണ് എയറോ ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കിളികൾ പറക്കുന്നത് എങ്ങനെ? കിളികൾക്ക് വായു മേപ്പോട്ട് തള്ളിപ്പിടിക്കും. അതിൻ്റെ കാരണം ആ കിളികളുടെ ചിറകിൻ്റെ പ്രത്യേകതയാണ്. നമ്മളത് മുകളിൽ നോക്കിയാൽ ചിറകുകൾ കോൺവെക്സ് ആണ്. കോൺവെക്സ് സൈഡിൽ വെലോസിറ്റി കൂടുതലാണ്, പ്രഷർ കുറവാണ്. അപ്പോൾ താഴെ പ്രഷർ കൂടുതലാണ്. താഴെ ഉള്ള ഹൈ പ്രഷർ കിളികളെ മേപ്പോട്ട് തള്ളിപ്പിടിക്കും. അതിൻ്റെ വിമാനത്തിൻ്റെയും കാര്യം. അത് നമ്മൾ എയറോഫോയിലിൻ്റെ പ്രിൻസിപ്പിളിലൂടെ പറയുകയാണ്. ഇതാണ് എയറോഫോയിൽ. ആ കാണുന്ന ഒരു സോൾട്ട് പീസാണ്. ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ കുട്ടികൾ കടലാസ് കൊണ്ട് ആരോ ഉണ്ടാക്കി മുന്നോട്ടെറിയാറുണ്ട്. ആരോ ഉണ്ടാക്കി മുന്നോട്ടെറിയുമ്പോൾ എല്ലാവരും എറിയുന്ന ആരോ അധിക ദൂരം പോകാറില്ല. ചിലർ മാത്രം തയ്യാറാക്കി എറിയുന്ന ആരോ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അതിന് കാരണം ആരോയുടെ ആ കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകതയാണ്. അവിടെ നമ്മൾ ആരോ ഉണ്ടാക്കിയിട്ടൊരു കോൺവെക്സ് കർവച്ചർ കൊടുക്കണം മുകളിൽ നോക്കിയാൽ. അങ്ങനെ ആണെങ്കിൽ മാത്രമേ പറക്കുകയുള്ളൂ. അപ്പോൾ അത്തരമൊരു എയറോഫോയിലാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അത് മുന്നോട്ട് പോകുമ്പോൾ വായുവിൻ്റെ സ്ട്രീം ലൈൻ താഴെയും മുകളിൽ ഉണ്ടാകും. മുകളിലുള്ള സ്ട്രീം ലൈൻ ഹൈ സ്പീഡും താഴെയുള്ള സ്ട്രീം ലൈന് ലോ സ്പീഡും ആയിരിക്കും. അപ്പം മുകളിൽ ഹൈ സ്പീഡ് ആകുമ്പോൾ അവിടെ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ താഴെ നിന്ന് മേപ്പോട്ട് തള്ളിപ്പിടിക്കും. അതാണ് പ്രിൻസിപ്പിൾ, എയറോഫോയിലിൻ്റെ പ്രിൻസിപ്പിൾ. എയറോഫോയിൽ ഈസ് എ സോൾട്ട് പീസ് പ്രോപ്പർലി ഷേപ്ഡ് സോ ദാറ്റ് an upward vertical force acts on it when it moves horizontally through air. Aeroplanes get lift using this principle. It is based on Bernoulli's theorem. ഒന്ന് ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യണം. The upper surface of the aerofoil is more curved than the lower surface, so that fluid flows faster. Air flows faster over the top surface than the bottom. Streamlines are closer above because of the high velocity. Thus, the pressure above becomes less than that below the foil. The pressure difference gives rise to an upward lift called dynamic lift for the aircraft. If the foil is inclined upwards by a small angle, the air striking the bottom surface is deflected upwards and its reaction gives an additional lift. But for higher inclination, the flow becomes turbulent. ഒരുപാട് നമുക്ക് അത് ചരിക്കാൻ പാടില്ല. ഇനി അടുത്തത് സ്പിന്നിങ് ക്രിക്കറ്റ് ബോളാണ്. ഈ ക്രിക്കറ്റ് പന്ത് എറിയുമ്പോൾ അത് മുന്നോട്ടെറിയുമ്പോൾ ഈ ക്രിക്കറ്റേഴ്സ് ചിലർ അതിന് ട്വിസ്റ്റ് കൊടുക്കും. അതായത് സ്പിൻ ബൗളിംഗ് എന്ന് പറയും. ഈ സ്പിൻ ബൗളിങ്ങിൽ ഈ ബോൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ഈ എറിയുന്ന ആൾ ബൗളർ അതിനൊരു ട്വിസ്റ്റ് കൊടുക്കും. മുന്നോട്ട് എറിയുന്ന കൂട്ടത്തിൽ കൈകൊണ്ട് വിരലുകൊണ്ട് ട്വിസ്റ്റ് കൊടുക്കുമ്പോൾ ഈ ക്രിക്കറ്റ് ബോളിൻ്റെ മുന്നോട്ടുള്ള മോഷനിലെ മുകളിൽ സ്ട്രീം ലൈനിന് വെലോസിറ്റി കൂടുതലാണ്, താഴെ വെലോസിറ്റി കുറവായിരിക്കും. അപ്പോൾ അത് മേപ്പോട്ട് ചലിക്കും. ഈ സ്ട്രീം ലൈന് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് വായുവിൽ സ്വിങ് ചെയ്താണ് മുന്നോട്ട് ചെല്ലുന്നത്. അത് ബാറ്റ്സ്മാന് ചില കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. പന്ത് അടിക്കാനായിട്ട് പറ്റത്തില്ല ഇത്രയും സ്പിൻ ബൗളിങ്ങിലെ പന്ത്. അല്ലെങ്കിൽ അതിനുള്ള പരിശീലനം ശരിക്കും നേടിയിരിക്കണം. When a ball is given, both translate മുന്നോട്ടെറിയുക ആൻഡ് റൊട്ടേറ്റീവ് മോഷൻ സ്പിൻ ചെയ്യുക.
spinning cricket ball. If the streamlines on the upper side are in opposite direction to the motion of the ball, so the velocity of air is reduced and pressure is increased in accordance with the Bernoulli's theorem. Also, the velocity of air below is increased and pressure is decreased. Thus, pressure difference is created. Due to this difference in lateral pressure, it takes a curved path. പന്ത് ഒരു വളഞ്ഞ വഴിയിലൂടെ മുന്നോട്ട് ചെല്ലും. It takes a curved path which is convex towards the greater pressure side. This is called Magnus effect. അപ്പോൾ ഇങ്ങനെ പന്തിൻ്റെ ഇങ്ങനെ ട്വിസ്റ്റ്, വയലറ്റ് ട്വിസ്റ്റിനെ മാഗ്നസ് എഫക്റ്റ് എന്നിട്ട് പറയാറുണ്ട്. ഇനി അടുത്ത ആപ്ലിക്കേഷൻ ടോറിസെല്ലിസ് തിയറം. ടോറിസെല്ലിസ് തിയറം അതായത് തിയറി എത്രയേ ഉള്ളൂ, നമ്മളൊരു പടത്തിൽ ഇവിടെ താഴെ കാണിക്കാൻ നോക്കാം. എന്താണ് ടോറിസെല്ലിസ് തിയറം? ഇതൊരു ടോൾ ജാറാണ്. ആ ടോൾ ജാറിൻ്റെ എച്ച് ഹൈറ്റിൽ വാട്ടറുണ്ട്. അതിന് താഴെ മാറി ഒരു ഓറിഫിസ് ഉണ്ട്, ഒരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകും. വെള്ളം ഇത്ര ഹൈറ്റിൽ നിൽക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന് ഓറിഫിസിൽ വെള്ളത്തിന് വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റിയുടെ ഇക്വേഷൻ റൂട്ട് ഓഫ് 2gh, 2g small h. ആ വെലോസിറ്റി റൂട്ട് ഓഫ് 2gh, ആ വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി എഫ്ലക്സ്. വെലോസിറ്റി എഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എച്ച് ഹൈറ്റിൽ നിന്ന് ഒരു വസ്തു താഴോട്ട് ഫ്രീ ആയിട്ട് താഴോട്ട് വീണാൽ എന്ത് വെലോസിറ്റി കിട്ടും? ആ വെലോസിറ്റി തന്നെയാണ് വാട്ടർ എന്ന് പറയുന്നതാണ്. ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ടോറിസെല്ലിസ് തിയറം എന്നുകൂടി പറയാറുണ്ട്. നോക്കിക്കേ, വെള്ളം ഓറിഫിസിലൂടെ പുറത്തേക്ക് എഴുതുന്ന വെലോസിറ്റി, അതിനെ വെലോസിറ്റി എഫ്ലക്സ് എന്ന് പറയും. അത് കാണുന്ന ഫോർമുല റൂട്ട് 2gh ആണ്. എച്ച് ആ ഹൈറ്റാണ്. അപ്പോൾ അത് ഒരു ഫ്രീലി ഫാളിങ് ബോഡിയുടെ വെലോസിറ്റി കൂടിയാണ്. എച്ച് ഉയരത്തിൽ നിന്ന് ഒരു ഫ്രീലി ഫാളിങ് ബോഡിയെ നമ്മൾ വിചാരിച്ചാൽ ആ താഴെ എത്തുമ്പോൾ വെലോസിറ്റിയാണ് റൂട്ട് ഓഫ് 2gh. അത് തന്നെയാണ് ഈ വെള്ളത്തിൻ്റെ ആ പുറത്തേക്കുള്ള ഒഴുക്കിൻ്റെ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്ന് പറയും. അത് ആ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ടോറിസെല്ലിസ് തിയറം എന്ന് പറയും. In the figure, a liquid flows through a narrow orifice at a depth h below the free surface of water or liquid. The velocity of liquid at the surface is 0 as the tank is very wide. Total energy is equal to pressure energy plus P plus K. At the free surface and at the orifice, the pressure is equal to atmospheric pressure. So, by Bernoulli's theorem, total energy at the surface is total energy at the orifice. Total energy at the surface is total at the orifice. The step is repeated. That is P by rho plus GH plus 0. കാരണം ടോപ്പ് ലെവലിന് വെലോസിറ്റി ഇല്ല, അതുകൊണ്ട് ഹാഫ് v1² വേണ്ട. ഇസ് പി ബൈ റോ പ്ലസ് 0. അവിടെ ഹൈറ്റില്ല, ഓറിഫിസിൽ ഹൈറ്റില്ലല്ലോ. അവിടുത്തെ വെലോസിറ്റി ഹാഫ് v². അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഹാഫ് v² ഇസ് GH v റൂട്ട് ഓഫ് 2gh എന്ന് കിട്ടും. ഇതാണ് തിയറം. ദ വെലോസിറ്റി അറ്റ് ദ ഓറിഫിസ് ഈസ് കോൾഡ് velocity of efflux and is equal to the velocity which a body attains in falling freely from the surface of the liquid to the orifice. This is Torricelli's theorem. അടുത്തൊരു ആപ്ലിക്കേഷൻ ഈ കാണുന്ന പടത്തിലാണ് എൻ്റെ ആപ്ലിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇതൊരു ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിൻ്റെ റൂഫാണ് മുകളിൽ കാണുന്നത്. ശക്തമായ കാറ്റടിക്കുമ്പോൾ ചില ബിൽഡിങ്ങിൻ്റെ റൂഫ് പറന്നു പോകും. ഇപ്പോൾ കടപ്പുറത്തൊക്കെ വീടുകളുണ്ടെങ്കിൽ ആ വീടുകൾ നിർമ്മിച്ചിട്ട് ഓടിന് മുകളിൽ അല്ലെങ്കിൽ ഓലയാണെങ്കിൽ അതിൻ്റെ മുകളിൽ വലിയ ഭാരമെടുത്ത് വെക്കും. ഭാരം എടുത്ത് വെച്ചില്ല എങ്കിൽ ഈ കടൽക്കാറ്റ് ശക്തമാകുമ്പോൾ ഈ റൂഫ് പറന്നു പോകും. റൂഫ് പറന്നു പോയതിന് കാരണം കാറ്റ് ശക്തമാകുമ്പോൾ മുകളിൽ നല്ല വെലോസിറ്റി, ആ റൂഫിന് താഴെ വെലോസിറ്റി ഇല്ല. അപ്പോൾ മുകളിൽ നല്ല വെലോസിറ്റി ആകുമ്പോൾ പ്രഷർ കുറയും, താഴെ പ്രഷർ കൂടുതലായിരിക്കും. താഴെ നിന്നുള്ള പ്രഷർ റൂഫിനെ അവിടെ നിന്ന് പറത്തിക്കളയും. അപ്പോൾ അതാണ് ബ്ലോയിങ് ഓഫ് ദി റൂഫ് എങ്ങനെയാണ് പറന്നു പോകുന്നത്? ബ്ലോയിങ് ഓഫ് ദി റൂഫ് ഇൻ വിൻഡ്. ഒരു കെട്ടിടത്തിൻ്റെ
മേൽക്കൂര ശക്തമായ കാറ്റിൽ പറന്നു പോകും. കാരണം എന്ത്? When fast wind blows, the velocity of air above the roof becomes much greater than the velocity of air below the roof. Below the roof, air velocity ഇല്ലെന്ന് തന്നെ പറയാം. In the room. Therefore, by Bernoulli's theorem, the pressure of air P1 above the roof is much lowered, while the pressure P2 below the roof is still atmospheric. Due to this pressure difference, a force acts on the roof in upward direction, and so the light tin roof, ഭാരം കുറഞ്ഞ റൂഫ് ആണെങ്കിൽ, is lifted up. അത് റൂഫ് മേപ്പോട്ട് പൊക്കും. ലിഫ്റ്റഡ് അപ്പ് ആൻഡ് ബ്ലോസ് ഓഫ്, എന്നിട്ട് പറന്ന് പോകും. അപ്പോൾ ശക്തമായ കാറ്റുണ്ടാകുമ്പോൾ അകത്ത് കാറ്റില്ല, പുറത്ത് വെലോസിറ്റി കൂടുതലാണ്. അപ്പോൾ പുറത്ത് പ്രഷർ കുറയും, അകത്ത് പ്രഷർ കൂടുതലാണ്. അൺബാലൻസ്ഡ് പ്രഷർ മൂലം മേപ്പോട്ട് ഫോഴ്സ് ഉണ്ടാകുകയും റൂഫ് കാറ്റത്ത് തെറിച്ചു പോവുകയും ചെയ്യും. അടുത്തൊരു ആപ്ലിക്കേഷനാണ് റിഡക്ഷൻ ഓഫ് പ്രഷർ ഡ്യൂ ടു ബ്ലോ ഓഫ് എയർ. വായു, നമ്മൾ നേരത്തെ ആ സ്പ്രേ ഗൺ പറഞ്ഞില്ല, അറ്റോമിക്സ് പറഞ്ഞില്ല, അതേ തന്നെയാണ് പ്രിൻസിപ്പിൾ. റിഡക്ഷൻ ഓഫ് പ്രഷർ ഡ്യൂ ടു ബ്ലോ ഓഫ് എയർ, കാറ്റ് തീ വിട്ടാൽ പ്രഷർ കുറയുന്നു. If we blow air at a place, then velocity of air at that place increases, and by Bernoulli's theorem, at the place the pressure decreases. This fact has a number of applications in daily life. One application is, if air is blown below a pan of balance, the pan is depressed down. ഇപ്പോൾ നമ്മുടെ ഒരു കോൺ ബാലൻസ് വെച്ചിരിക്കുക, ഏതെങ്കിലും ഒരു തട്ടിൽ താഴെ ഒരു ജെറ്റ് ഓഫ് എയർ അയച്ചാൽ അവിടെ വെലോസിറ്റി കൂടി പ്രഷർ കുറയും, തട്ട് താഴോട്ട്, ആ ബാലൻസ് വെച്ച് തട്ട് താഴോട്ട് ചലിക്കും. അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാവുന്ന എല്ലാം ഷോർട്ട്, ആദ്യ എസ് എ ബെഞ്ചോറിമീറ്റർ എസ് എ ആണ്, ബാക്കി എല്ലാം ഷോർട്ട് ആൻസറായിട്ട് ചോദിക്കാവുന്നത്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. ആദ്യത്തെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡിസ്ക്രൈബ് ദ ബെഞ്ചോറിമീറ്റർ, ഗീവ് ഡിറൈവ്, ബെഞ്ചോറിമീറ്റർ എന്ന് മതി, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് ത്രൂ ഇറ്റ്. ബെഞ്ചോറിമീറ്റർ കഴിഞ്ഞിട്ട് ഒരു EV കിടപ്പുണ്ട്, അത് വേണ്ട. ഡിസ്ക്രൈബ് എ ബെഞ്ചോറിമീറ്റർ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ റേറ്റ് ഓഫ് ഫ്ലോ ലിക്വിഡ് ത്രൂ ഇറ്റ്. അപ്പോൾ ബെഞ്ചോറിമീറ്റർ പടം വരയ്ക്കണം, എക്സ്പ്ലെയിൻ ചെയ്യണം, അതിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് എ ഫിൽട്ടർ പമ്പ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ എയറോഡൈനമിക് ലിഫ്റ്റ് ഓർ, അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എയറോഫോയിൽ, എയറോഡൈനമിക് ലിഫ്റ്റ് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഹെവി വിൻഡ് റൂഫ് ഓഫ് എ ബിൽഡിംഗ് ഫ്ലൈസ് അവേ, വൈ? നമ്മൾ വായിച്ചതാണ് ഇപ്പോൾ. വാട്ട് ഈസ് മാഗ്നസ് എഫക്റ്റ്, ആ ക്രിക്കറ്റ് ബോളിൻ്റെ കേസ് പറയണം. എക്സ്പ്ലെയിൻ സ്പിന്നിങ് ഓഫ് ക്രിക്കറ്റ് ബോൾ, അത് ഈ മാഗ്നസ് എഫക്റ്റിൻ്റെ കൂടെ നമ്മൾ വായിച്ചതാണ്. സ്റ്റേറ്റ് ടോറിസ്ലിസ് തിയറം ആൻഡ് വെലോസിറ്റി ഓഫ് എ ഫ്ലക്സ്, വാട്ട് ഈസ് വെലോസിറ്റി ഓഫ് എ ഫ്ലക്സ്, അതുകൂടി പറയണം. That is all with your 79th class. Be good in your class. Thank you very much.